ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടക്കയില്ലായിരുന്നു. കുറച്ച് തിരക്കിലും കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോയിലൊന്നും വരാത്തത്. പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ, എൻ്റെ വിശേഷങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വ്യാഴാഴ്ച 24-ാം തീയതി മോളടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ചെന്നൈക്ക് പോയിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലല്ല മോളുടെ കോളേജ്. ചെന്നൈയിൽ നിന്ന് പിന്നും 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. ചെന്നൈ സെൻറ്ററിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ 2 ബസ് കയറാനുണ്ട്. നമ്മളിവിടെ നിന്ന് ബസ് ബുക്ക് ചെയ്താണ് പോയത്. അതായത് പൈസ ഇത്തിരി കൂടുതലായാലും 570 ചെയ്യുന്ന ഒരു കൂടുതലൊന്നും അല്ല. പിന്നെ ബസ്സിൽ പോകുന്നതാണ് എനിക്ക് സുഖമായിട്ട് തോന്നിയത്. കാരണമെന്ന് വെച്ചാൽ ട്രെയിനിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും അത് ഒരു വല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോകണം. ഇത് ബസ്സിലാണെങ്കിൽ നമുക്കിതൊന്നും അറിയേണ്ട. അവർ നമുക്ക് ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാ സൗകര്യത്തിനും അവർ നമുക്ക് ബസ് നിർത്തി തരും. അതുകൊണ്ടാണ് ബസ് ബുക്ക് ചെയ്തത്. അപ്പം ബസ്സിൽ പോകുന്നതിന് എനിക്ക് സുഖമായിട്ട് തോന്നിയത്. ട്രെയിൻ യാത്ര സുഖമില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബസ് കഴിഞ്ഞിട്ട് കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ അപ്പം ഞാനിവിടെ നിന്ന് 10:30-ക്ക് ഇവിടെ നിന്ന് വ്യാഴാഴ്ച രാവിലെ 10:30-ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 11:30 ആയപ്പം ചടയമംഗലത്ത് എത്തിയപ്പം നമ്മളെ കൂടെ വരാനായിട്ട് നമുക്കുള്ള റിലേറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചടയമംഗലം സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് അവർ വന്നത്. അവരവിടെ നിന്ന് ഡ്രസ്സ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് താമസിച്ച്. അപ്പം നമ്മളവിടെ നിന്ന് 1:20-നുള്ള തെങ്കാശി ബസ്സിൽ കയറി നമ്മൾ പുനലൂർ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ നമുക്കുള്ള ബസ്സിൻ്റെ സമയം 7:20 ആയിരുന്നു. 7:20 ആയപ്പോഴാണ് പിന്നെ നമുക്ക് ബസ് വന്നത്. പിന്നെ നമ്മളവിടെ എല്ലാം കുറച്ച് സമയം നടന്ന് ബേക്കറിയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് സമയം, അങ്ങനെ പെട്ടെന്ന് സമയം പോയായിരുന്നു. 5:30 ആയപ്പോൾ നമ്മളവിടെ തെങ്കാശിയിൽ എത്തിയായിരുന്നു. പിന്നെ നമ്മളെ ഓഫീസ് കണ്ടുപിടിച്ച് നമ്മൾ ബസ് ബുക്ക് ചെയ്തതിൻ്റെ ഓഫീസ് കണ്ടുപിടിച്ച് നമ്മളവിടെ കുറച്ച് സമയം നിന്ന്. അപ്പോൾ നമ്മളവിടെ പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ 7:45 ആയപ്പം 7:30 ആയപ്പം നമ്മൾ ഗുഡുവാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബസ്സുണ്ടായിരുന്നു. മോളെ താമസിക്കുന്ന CDCൻ്റെ അവിടെ പോകാനുള്ള ബസ്സുണ്ടായിരുന്നു. അങ്ങനെ നമ്മളപ്പോൾ ആ ബസ്സിൽ CDCൻ്റെ അവിടെ ഇറങ്ങി. പിന്നെ കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു. കോളേജിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇവിടെ നിന്ന് വ്യാഴാഴ്ച രാവിലെ 10:30-ക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂടെ നമ്മളെ തൊട്ട് മുകളിലത്തെ കൊച്ചും അവൾക്കുള്ള മോനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ആട്ടോയിൽ കടയ്ക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ ചടയമംഗലത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അവളെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് വേണ്ട, നീ കൊച്ചിനെയും കൊണ്ട് നിൽക്കേണ്ട, പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവളങ്ങ് പോയപ്പോൾ അതാണ് മോൻ കൈയെടുത്ത് കാണിച്ചത്. പിന്നെ നമ്മൾ കോളേജിലെത്തി. മോളെ കോളേജാണ്. ഒരുപാട് സ്ഥലം നടന്നങ്ങ് കയറണം. പഴയ ഓഫീസല്ല, ഇപ്പോൾ പഴയ ഓഫീസ് മാറ്റി ഇപ്പോൾ പുതിയ കെട്ടിടത്തിലാണ് അവരുടെ ഓഫീസും അവർക്കുള്ള ക്ലാസ് മുറിയും. അപ്പം അവിടെ നിന്ന് നമ്മളെല്ലാം വന്ന് മോള് ഓഫീസിൻ്റെ അവിടെ എത്തിയപ്പം അവരുടെ വീഡിയോ എടുത്തപ്പോൾ ഇവളുമാർ കിടന്ന് ഇനി പിടിക്കല്ലേ ആൻറ്റി എന്ന് പറഞ്ഞ് കിടന്ന് ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാം എൻ്റെ സബ്സ്ക്രൈബറെ ഇത് പിടിക്കാതെ പിന്നെ ഞാൻ ആരാ വീഡിയോയാണ് പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാം കൂടെ ചിരിച്ചിട്ട് കണ്ണു പൊത്തി പിന്നെ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവളുമാർ എന്നെ ഫോൺ മേടിച്ചിരുന്ന് പിടിച്ച്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചിക്കൻ പൊരിച്ചതും ഒക്കെ കൊണ്ടുപോയായിരുന്നു മക്കൾക്ക് വേണ്ടി. അപ്പോൾ മോളെ റൂമിൽ 3 മോളും പിന്നെ 2 കൊച്ചുങ്ങളും ഉണ്ട്. അപ്പോൾ 3 പേരാണ് മോളെ റൂമിൽ. അപ്പോൾ മോളുടെ കൂടെ ഉള്ള ദേവുവിൻ്റെ അമ്മാമ്മയും ദേവുട്ടിയുടെ അമ്മാമ്മയും അവിടെ ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നത് വെള്ളിയാഴ്ച രാവിലെ 8:30 ആയപ്പോൾ അവരെത്തിയായിരുന്നു. അവരിവിടെ ഉണ്ട്. അവരിനി നാളെ പോകത്തുള്ളൂ. അപ്പം
ഇവിടെ മോനൊറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ 2 ദിവസം കൂടെ നിൽക്കാമെന്നുള്ള ഇതിലാണ് പോയത്. അപ്പോഴെനിക്ക് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു എല്ലാം. മനസ്സിന് മൊത്തവും ടെൻഷനുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് പിന്നെ നിൽക്കാനുള്ള മനസ്സൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 4 ദിവസം ആയായിരുന്നു യൂട്യൂബ് പോലും പിന്നെ നോക്കാൻ പോലും എടുത്തിട്ടില്ലായിരുന്നു. എന്താണെന്ന് പോലും ഞാൻ നോക്കിയില്ല. വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനുള്ളൊരു മനസ്സില്ലായിരുന്നു. എൻ്റെ ദത്ത നമ്മളെ വിട്ടു പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നാളത്തെ വീഡിയോ കാണുമ്പോൾ അസ്സലാമു അലൈക്കും.